പണ്ട് ദൂരദർശനിൽ മെഗാ ഹിറ്റായി സംപ്രേഷണം ചെയ്യപ്പെട്ട ചന്ദ്രോദയം സീരിയൽ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കാണിക്കുന്നത് വരാന്തയിൽ ഇരിക്കുന്ന ഭാഗ്യലക്ഷ്മിയെയും അച്ഛനെയും ആണ്. പോകാൻ ഒരുങ്ങി ഈ സുമിത്ര വരാന്തയിലേക്ക് വന്നു, കൂടെ യമുനയും. അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് സുമിത്ര. അച്ഛ എന്ന് വിളിക്കുമ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ. ഇനി താമസിക്കണ്ട, കവലയിൽ പോയി ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോ എന്ന് അച്ഛൻ പറയുമ്പോൾ ദേവിയുടെ അമ്പലത്തിൽ തൊഴുതിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ. തുടർന്ന് ഭയം വേണ്ട, എൻ്റെ അനുഗ്രഹമുണ്ട്, വിജയിച്ചു വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ യമുന. ശരിയെന്നും പറഞ്ഞ് സുമിത്ര ഇറങ്ങാനിരിക്കുമ്പോൾ ദാ ബാബു എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ യമുന. ബാബു സ്കൂട്ടിൽ വരുന്നുണ്ട്. ശേഷം ആഹാ ചേച്ചി പുറപ്പെടുകയായോ എന്ന് ബാബു ചോദിക്കുമ്പോൾ എവിടെയായിരുന്നു നീ ഇത്ര നേരം, നിന്നെ കാണാതെ ഒറ്റയ്ക്ക് പോകാനൊരുങ്ങിയായിരുന്നു ചേച്ചി. യമുന ബാബുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതെന്തിനാ? എത്തുമെന്ന് പറഞ്ഞാൽ ഈ ബാബു കൃത്യമായി എത്തും. ചേച്ചി വാ, കൊണ്ടുവിടാം, ട്യൂഷൻ കഴിഞ്ഞിട്ടില്ല, തിരിച്ചു വരുമ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് വരേണ്ടി വരുമെന്ന് പറയുകയും ശരിയെന്ന് പറഞ്ഞ് സ്കൂട്ടിയുടെ ബാക്കിൽ സുമിത്ര കയറുകയും ചെയ്യുന്നുണ്ട്. സംസാരിച്ച് സമയം കളഞ്ഞ എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ. അങ്ങനെ അവർ ഗേറ്റ് കടന്ന് പോകുന്നു. ഒരു സമാധാനവുമില്ല എന്ന് ഭാര്യ ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അല്ല ഇപ്പോൾ എന്തു പറ്റിയൊരു സമാധാനക്കേടിനി എന്ന് ശങ്കതി ചോദിക്കുമ്പോൾ അവർ ഒരുപാട് പ്രയാസമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി സങ്കടപ്പെട്ട് പറയുമ്പോൾ യമുനയും ശങ്കർജിയും ചിരിക്കുന്നു. എൻ്റെ ഭാഗ്യം, നിനക്കിങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാൻ കഴിയുള്ളൂ എന്ന് വെച്ചാൽ കഷ്ടാട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛന്. ദേ കവി സമ്മേളനക്കാർ എത്തി എന്ന് പറഞ്ഞ് ഗേറ്റിനടുത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യമുന. കാർ പതുക്കെ ഓടിക്കാൻ പറയണേ, എനിക്കൊരു സമാധാനമില്ല എന്ന് പറഞ്ഞു കേട്ടോ നെഞ്ചിൽ കൈവച്ച് ഭാഗ്യലക്ഷ്മി. പറയാമെന്ന് പറയുന്നുണ്ട് ശങ്കർജി. അത് കേട്ടിച്ചിരിക്കുന്നുണ്ട് യമുന. അയാൾ വന്ന് ശങ്കർജിയെ കാറിനടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ കുട്ടിക്കൊരങ്ങി എന്ന് പറഞ്ഞ് ശങ്കർജി യമുനയെ വിളിക്കുമ്പോൾ പാട്ടോ ഡാൻസോ അങ്ങേയറ്റം മിമിക്രി ആണെങ്കിലും വരാമായിരുന്നു, നോ കവിത നോ രക്ഷ എന്ന് യമുന പറയുമ്പോൾ പോയി വരാമെന്ന് പറഞ്ഞ് ശങ്കർജി ഇറങ്ങുകയും ഭാര്യയോടായിട്ട് കാർ പതുക്കെ ഓടിക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞു ഇറങ്ങുന്നു. കാറിൽ കയറാൻ നോക്കുമ്പോൾ കാറിൽ രണ്ടുപേർ മദ്യപിച്ചിരിക്കുന്നു. ഹലോ മാ കവി വന്നാലും മാസസ്ഥനായാലും എന്നൊരാൾ പറയുകയും ഞങ്ങൾ വൃത്തമില്ലാതെ കവിത എഴുതുന്നവരാ, നിബന്ധനായി പ്രവേശിച്ചാലും എന്ന് മറ്റൊരാൾ പറയുകയും ചെയ്യുമ്പോൾ ശങ്കർജി തുറന്ന ഡോറ് അടക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുന്നു. ഹലോ സർ, പോവാണോ? കുഴപ്പമില്ല സർ എന്ന് ഡ്രൈവർ പറയുകയും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളല്ല, ഈ മീറ്റിങ്ങിന് ഞാനില്ല എന്ന് ശങ്കർജി പറയുമ്പോൾ അയ്യോ സർ അങ്ങനെ പറയല്ലേ, സാറില്ലെങ്കിൽ ഈ സമ്മേളനം നടക്കില്ല എന്ന് ഡ്രൈവർ പറയുമ്പോൾ എന്നിട്ടാണോ കുടിച്ചുലേക്ക് കട്ട രണ്ടെണ്ണത്തിനെ കൊണ്ടു നടക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ല എന്ന് ശങ്കർജി അയാളോട് പറയുമ്പോൾ അവർ കുടിയന്മാരല്ല സർ, സാറിന് പരിചയമില്ലേ, ആധുനിക കവിതയുടെ ഏറ്റവും പുതിയ മുഖങ്ങളാണ് നകുലനും സഹദേവനും എന്ന് ഡ്രൈവർ പറയുമ്പോൾ നിർത്ത്, കള്ളും കഞ്ചാവും ഒക്കെയുള്ളവരെയൊക്കെ ജീനിയസ് ആണെന്ന് കരുതുന്ന ഫോഴ്സ് ഉണ്ട് രാജ്യത്ത്, അവരോട് ചെന്ന് പറഞ്ഞാൽ മതി, ഞാനില്ല, കവി സമ്മേളനം നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയക്കാൻ നോക്കുന്നു. അപ്പോഴാണ് കാറിൽ നിന്നും കവികളാണെന്ന് പറയുന്ന കുടിയന്മാർ പുറത്തേക്ക് വന്നത്. എന്താ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും കുഴപ്പം? കലാകാരന്മാരായ എല്ലാവരും സാഹിത്യകാരന്മാരും കുടിക്കും, തെളിവ് വേണോ എന്നവർ ഓരോന്നോ ലക്കില്ലാതെ പറഞ്ഞും കൊണ്ടിരുന്നു. സഞ്ചിയിൽ നിന്ന് കള്ള് കുപ്പിയൊക്കെ എടുത്ത് കുടിച്ചു കാണിക്കുന്നുണ്ട് കേട്ടോ. ശങ്കർജി ഡ്രൈവറിനെ വിളിച്ച് അവരെ വിളിച്ചു കൊണ്ടുപോകാൻ പറയുന്നു. വിളിച്ചു കൊണ്ടുപോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ശങ്കർജി ദേഷ്യപ്പെടുന്നു. ഡ്രൈവർ അവരെ വലിച്ചു കാറിലേക്ക് തള്ളിയിടുന്നു. ശങ്കർജി അകത്തേക്ക് കയറിപ്പോകുകയും അതാരാണച്ച എന്ന് യമുന ചോദിക്കുമ്പോൾ മലയാള കവിതയുടെ പുതിയ മുഖങ്ങൾ എന്ന് പുച്ഛത്തോടെ പറയുന്നുണ്ട് ശങ്കർജി അവരോട്. അവർ പിണങ്ങിയാണോ പോയത് എന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ ആണെങ്കിൽ താനത് ഓർത്ത് വിഷമിക്കണ്ട, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, വെറുതെ ലീവ് കളയുന്നില്ല, പോകാമെന്ന് പറഞ്ഞ് ശങ്കർജി അകത്തേക്ക് കയറി വരാന്തയിലെ ചാരു കസേരയിലിരിക്കുന്നു. യമുനയും ഭാഗ്യലക്ഷ്മിയും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സമ്മേളനത്തിന് കൊണ്ടുപോകാൻ വന്ന കാറ് വഴിയിൽ നിർത്തുന്നു. എന്താ സർ, കാറിലുള്ള ഒരാൾ ചോദിക്കുമ്പോൾ ഒരു കക്ഷിയുണ്ട്, സ്വല്പം ചീപ്പ് കേസാ, ശങ്കർജിയുടെ ഏഴകത്ത് എത്തില്ല, എന്നാലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം, വണ്ടി തിരിച്ചിട്ടേക്ക്, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇങ്ങു വന്നേ, ബാറായോ, ഇറങ്ങട്ടെ ഞങ്ങളെന്ന് പറഞ്ഞ് കുടിയന്മാർ ബഹളം വെക്കുമ്പോൾ അകത്തിരുന്നോണം, അവിടെ മൊത്തം കുളമാക്കി, ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞ് ഡ്രൈവർ പോകുന്നുണ്ട് കേട്ടോ. ഡ്രൈവർ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറക്കുന്നു. നമസ്കാരം സർ എന്ന് ഡ്രൈവർ പറയുമ്പോൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് വാതിൽ തുറന്നയാൾ. ഞാൻ രസികൻ, ആർട്സിൻ്റെ സെക്രട്ടറി, ഞങ്ങളുടെ
ഞങ്ങളുടെ ഒരു കവി സമ്മേളനം ഇന്നുണ്ട്, അത് ഞങ്ങൾ താങ്കളെ ക്ഷണിക്കാനാ വന്നത്. അപ്പോൾ പരിപാടിയുടെ മുഹൂർത്തത്തിന് വന്ന് വിളിക്കുമ്പോൾ ഒന്നുറപ്പിക്കാം. ക്ഷണിച്ചിരുന്ന ആരോ മുങ്ങി. എന്താ ശരിയല്ലേ എന്ന് പറഞ്ഞയാൾ ചിരിക്കുന്നു. ശരിയാ, ഞങ്ങൾ ശങ്കർജിയെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അങ്ങേർക്ക് ഭയങ്കര ജാട. കാറിനുള്ളിൽ മദ്യപിച്ചിരുന്ന നവീനെയും സഹദേവനെയും കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചുപോയി. പകരക്കാരനായി കോട്ടയം ഭാസ്കരൻ പിള്ള. പിന്നിൽ നിന്നും പ്രേം പറഞ്ഞു, സർ വരണം, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഡ്രൈവർ പറയുമ്പോൾ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് കോട്ടയം ഭാസ്കരൻ അകത്തേക്ക് പോകുന്നു. അച്ഛ എന്ന് പ്രേം വിളിക്കുമ്പോൾ നീ ഒന്ന് മാറി എന്നും പറഞ്ഞ് അകത്തേക്ക് തള്ളിക്കയറുന്നു. പിന്നീട് ഒരുങ്ങി വരുന്ന കോട്ടയം ഭാസ്കരൻ പിള്ളയാണ് കാണിക്കുന്നത്. ഹോളിപ്പാട്ടും പാടി ഒരുങ്ങിയിട്ട് ഭാസ്കരൻ പിള്ള വരുന്നു. ഭാസ്കരൻ പിള്ളയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവർ എണീറ്റു. ശങ്കർജിക്ക് പകരമാവില്ല, എന്നാലും കവിതക്കും കവി അരങ്ങിനും ഉണ്ടാക്കുന്ന ഏതൊരു ആപത്തും എനിക്ക് സഹിക്കാനാവില്ല. എൻ്റെ അർപ്പണബോധം അതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ കോട്ടയം ഭാസ്കരൻ. അച്ഛൻ പോകരുത്, ഞാനാ പറയുന്നത് എന്ന് പ്രേമം തടുക്കാൻ നോക്കുന്നു. മിണ്ടാതിരി, അച്ഛന് കിട്ടുന്ന ഒരവസരമാണിതെന്ന് പ്രേമിനോട് പറയും. നമുക്ക് പോകാം, എവിടെ നകുലും സഹദേവനും എന്ന് സെക്രട്ടറിയോട് പറയും. കാറിലോട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു അദ്ദേഹത്തെ. പ്രേമൻ അതൊട്ടും ഇഷ്ടമായില്ല. പ്രേമിൻ്റെ അടുത്തേക്ക് അമ്മ വന്ന്, എന്താ പ്രേമ നിൻ്റെ മുഖം വല്ലാതെന്ന് ചോദിക്കുമ്പോൾ, തെറ്റാണ് ചെയ്തതെന്ന് പ്രേമൻ പറയുമ്പോൾ, തെറ്റോ ആര്? അമ്മ ചോദിക്കുമ്പോൾ സുമിത്രയുടെ അച്ഛനോട്. എന്താ ചെയ്ത് എന്ന് അമ്മ തുടർന്ന് ചോദിക്കുമ്പോൾ, അനീതി, അല്ലാതെ ഞാനിതിനൊക്കെ എന്താ പറയുക എന്നും പറഞ്ഞ് പ്രേമൻ അവിടെ നിന്നും പോകുന്നുണ്ട്. അമ്മ ഇത് കേട്ട് അന്തം വിട്ടിരുന്നു. അനീതിയോ? സുമിത്ര ടെസ്റ്റ് കഴിഞ്ഞ് കുടച്ചൂടി വരുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത്. സുമിത്ര എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ പ്രേമ. വിളിക്കേട്ട് സുമിത്ര നിന്നു. പ്രേമ എന്താ ഇവിടെ എന്ന് സുമിത്ര ചോദിക്കുമ്പോൾ, മഴയല്ലേ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 10 വർഷമായി നമ്മൾ അയൽക്കാരാണ്. രണ്ടുപേരുടെയും അച്ഛന്മാർ കവികളും സുഹൃത്തുക്കളും. ഇതൊക്കെ ആയിട്ടും നമ്മളെന്താ ഇത്ര ദൂരം എന്ന് പ്രേം പറയുമ്പോൾ, ദൂരമോ? അത് പ്രേമിൻ്റെ തോന്നലാന്ന് സുമിത്ര പറയുമ്പോൾ, എൻ്റെ അനുഭവം അതാ. സുമിത്ര എവിടെ പോയി വരുന്നു എന്ന് പ്രേം ചോദിക്കുമ്പോൾ, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ബാങ്കിൽ എന്ന് പറയുന്നുണ്ട് സുമിത്ര. തുടർന്ന് ബാങ്കിലേക്ക്. ഗുഡ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ? പാസ്സാവില്ലേ? ഈ ചോദ്യം തന്നെ അനാവശ്യമാണെന്നറിയാം. സുമിത്രയെപ്പോലെ ബുദ്ധിശാലിയായ പെൺകുട്ടികൾ ഇൻ്റർവ്യൂയിലും പ്രശ്നമാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാം സുമിത്രയുടെ വിജയത്തിനായി എന്ന് പറയുമ്പോൾ, താങ്ക്സ് എന്ന് പറഞ്ഞ് സുമിത്ര പോകാൻ ഒരുങ്ങുന്നു കേട്ടോ. അപ്പോൾ പ്രേം സുമിത്രയെ എന്ന് വിളിക്കുന്നു. എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം എന്നും പറയുമ്പോൾ, കുറ്റബോധമോ എന്തിനു എന്ന് സുമിത്ര ചോദിക്കുമ്പോൾ, എൻ്റെ അച്ഛൻ കവി സമ്മേളനത്തിൽ പോയതിൽ. കവി സമ്മേളനത്തിനോ? അതെന്തിനാ പ്രേമിനൊരു കുറ്റബോധം എന്ന് സുമിത്ര വീണ്ടും പ്രേമിനോട് ചോദിക്കുമ്പോൾ, അതല്ല സുമിത്ര, ഇന്ന് ശങ്കർജി സാർ പോകേണ്ടിയിരുന്ന സമ്മേളനത്തിന് അദ്ദേഹം പോയില്ല. മാത്രമല്ല ഭാരവാഹികളുമായി ഉടക്കുകയും ചെയ്തു. അതിൻ്റെ പകരക്കാരനായി അവരെൻ്റെ അച്ഛനെയാണ് കൊണ്ടുപോയത്. ഞാൻ തടഞ്ഞു നോക്കി, പക്ഷെ നടന്നില്ല. അതിനെനിക്ക് വിഷമമുണ്ട് എന്ന് പ്രേം വിഷമത്തോടെ സുമിത്രയോട് പറയുമ്പോൾ, അത് കാര്യമാക്കണ്ട, അച്ഛൻ അങ്ങനെയാ, ഇഷ്ടമില്ലാത്തിടത്ത് പോവില്ല. പ്രേം അതിൽ വിഷമിക്കണ്ട എന്ന് സുമിത്ര സമാധാനിപ്പിക്കുമ്പോൾ, സുമിത്രയുടെ അച്ഛന് പകരക്കാരനാകാൻ എൻ്റെ അച്ഛനൊട്ടും യോഗ്യനല്ല, അത് അച്ഛൻ മനസ്സിലാക്കേണ്ടെന്ന് പറയുമ്പോൾ, ഹേയ് അങ്ങനെയൊന്നും പറയല്ലേ പ്രേം, അച്ഛനെ പറ്റി മക്കൾക്കെങ്കിലും ഒരു മതിപ്പ് വേണ്ടേ? സമയം പോയി, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് സുമിത്ര നടക്കുന്നു. സുമിത്ര, ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ, എന്താ പ്രേം എന്ന് സുമിത്ര ചോദിക്കുമ്പോൾ, എളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്ന് കേട്ടിട്ടില്ലേ? സുമിത്ര അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പ്രേം പറയുമ്പോൾ, എന്താ ചോദിക്കാൻ എന്ന് സുമിത്ര പറയുന്നു. അത് ഞാൻ ഇന്ന് പുലർച്ചെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ വീഡിയോ ഷോപ്പിൽ സുമിത്ര വന്നെന്നും എന്നോട് വളരെ ഇൻറ്റിമേറ്റായി സംസാരിച്ചുവെന്നും പിന്നെ പ്രേം പറയുന്നത് മുഴുമിക്കാൻ സമ്മതിക്കാതെ പ്രേം 1 മണിക്കൂർ നിന്ന് നോൺ സ്റ്റോപ്പ് ഇൻ്റർവ്യൂ കഴിഞ്ഞുള്ള വരവാ, വിശപ്പ് സഹിച്ചിട്ട് വയ്യ, സംസാരം പിന്നീടാവാം, പോട്ടെ എന്നും പറഞ്ഞ് സുമിത്ര പോകുന്നുണ്ട് കേട്ടോ. പ്രേം നിരാശയോടെ അവൾ പോകുന്നതും നോക്കി നിന്നു. ഈ സീരിയൽ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്